ഹലോ, എല്ലാവർക്കും ഒരു ഹാപ്പി ഈദ് മുബാറക്. എൻ്റെയും എൻ്റെ എവിക്ക ടീമിൻ്റെയും ഇത് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിയിലെ കുറേയധികം എക്സൈറ്റിംഗ് ന്യൂസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണെന്നല്ലേ, അത് പറയാൻ തൊട്ട് മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എന്ന് ഉറപ്പെടുത്തുക. കാരണം അടിപൊളിയായ ആപ്പിൾ ന്യൂസുകളും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ മാത്രം ലഭിക്കുള്ളൂ. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമുക്ക് അപ്ഡേഷൻ്റെ കുറച്ചധികം കാര്യങ്ങൾ പറയാം. iOS 18.5 എന്ന അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ എന്താ പറയുക 2 ആഴ്ചയോളം കഴിഞ്ഞു. അതിനിടയിൽ iOS 18.5.1 എന്ന അപ്ഡേഷൻ വരുന്നു പറഞ്ഞു, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് വന്നില്ല. അതോടൊപ്പം തന്നെ iOS 18.6ൻ്റെ ഒരു ബേറ്റയും ആപ്പിൾ റിലീസ് ചെയ്തില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഊട്ടിലെ കുതിരയുടെ കണ്ണിരിക്കണ പോലെ തന്നെ ഇപ്പോൾ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് iOS 26ലാണ്. നമ്മുടെ 2025 വരാൻ പോകുന്ന WW25ലാണ് ആപ്പിളിൻ്റെ ഫുൾ ഫോക്കസും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ iOS 18.5ൽ ഇപ്പോൾ കുറേയധികം കൂട്ടുകാർക്ക് ബഗ് വരുന്നുണ്ട്. എസ്പെഷ്യലി ആപ്പിളിന് തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള മെയിൽ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഫുൾ സ്ക്രീൻ ബ്ലാങ്ക് ആവുന്ന ഒരു പ്രശ്നം കുറേയധികം കൂട്ടുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും iOS 18.5ൽ എന്തെങ്കിലും ടൈപ്പ് പ്രശ്നങ്ങളോ ബഗുകളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് iPhone 17 സീരീസിലെ എയർ എന്ന മോഡലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ കാണുന്നത് ബാറ്ററി എന്ന ഓപ്ഷൻ ആയിരിക്കും. ബാറ്ററിയും ചാർജിങ്ങിൻ്റെ കാര്യം പറയുന്നതാണ് ഈ പറഞ്ഞ മാക്സിഫിൽ, അതായത് വയർലെസ് ചാർജിങ്ങിൽ 50 വാട്ട് വരെ നമുക്ക് ചാർജിങ് സപ്പോർട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നില്ല. കാരണം നമ്മുടെ ചാനൽ തന്നെ ന്യൂസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ ഹോം പാഡ്, ഹോം OS എന്നീ പറഞ്ഞ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ പറഞ്ഞ WW25ൽ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച്, എസ്പെഷ്യലി മാർഗർമൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ ഈ നടക്കാൻ പോകുന്ന WW25ൽ പുതിയ ഹോം പാഡ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൂടാതെ തന്നെ ഹോം OS എന്ന പുതിയ സോഫ്റ്റ്വെയറും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്ന റിപ്പോർട്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഇവന്റ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസും ബാക്കി കാര്യങ്ങളും പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹാർഡ്വെയർസിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഒരു പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ പുതിയൊരു സോഫ്റ്റ്വെയറും പുതിയൊരു ഹാർഡ്വെയറും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ iOS 18.4ൽ എന്തിനാണ് ഫുഡ് റെസിപ്പീസ് ആപ്പിൾ കൊണ്ടുവന്നത്? മേ ബി ഈ പറയുന്ന എന്തെങ്കിലും റീസൺ അല്ലെങ്കിൽ വരാൻ പോകുന്ന കുറേയധികം പ്രൊഡക്റ്റുകളായിരിക്കും. ഈ 2025ൽ വരാൻ പോകുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ ഒരു ഇവൻറ്റിൽ മേ ബി ഇത് കാണില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് WW25ൽ നമുക്ക് iOS, iPadOS, macOS എല്ലാ സോഫ്റ്റ്വെയറിനും ഒരു പുതിയ വേർഷൻ കാണാൻ പറ്റും. ഇൻക്ലൂഡിങ് എയർപോഡ്സിൻ്റെ സോഫ്റ്റ്വെയർസിനും അപ്ഡേഷൻ വരുന്നുണ്ട്. എയർപോഡ്സിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുന്നതെന്ന് പറയുന്നത് ഒന്നാമത്തെ സൗണ്ടിൻ്റെ അല്ലെങ്കിൽ മൈക്രോഫോണിൻ്റെ എൻഹാൻസ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ഈ പറയുന്ന എയർപോഡ്സ് ഉപയോഗിച്ചിട്ട് പാട്ട് കേട്ട് കിടന്നുറങ്ങുന്ന കൂട്ടുകാരുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി കിടന്നുറങ്ങാൻ നേരം ഒരു ആംബിയൻ മ്യൂസിക് സെറ്റ് ചെയ്യും. അതായത് കിടന്നുറങ്ങുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ട്രാക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അതിപ്പോൾ ഹോം പോഡിലായാലും ഫോണിലായാലും എനിക്കത് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ചില കൂട്ടുകാർ ഹെഡ്ഫോൺസ് വെച്ച് തന്നെ കിടന്നുറങ്ങും. എനിക്കത് പറ്റില്ല, എനിക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ ഈ പറഞ്ഞ ഹെഡ്ഫോൺസ് വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ എയർപോഡ്സ് വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്ലേ ആയിക്കൊണ്ടിരുന്ന പാട്ട് സ്റ്റോപ്പ് ആവും. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആപ്പിൾ വാച്ച് കൂടെ വേണമെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. കാരണം ആപ്പിൾ വാച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പിൾ വാച്ച് ആണെങ്കിൽ ആപ്പിൾ വാച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉറക്കം അല്ലെങ്കിൽ സ്ലീപ്പ് ആയി കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യും. ആ ഒരു ഡിറ്റക്ഷൻ മനസ്സിലാക്കി എയർപോഡ്സിലെ ട്രാക്കും ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അങ്ങനെയാണ് ഈ ഒരു ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എയർപോഡ്സിൻ്റെ സ്റ്റെമ്മില്ലേ, നമ്മുടെ ചെവിട്ടിൻ്റെ ഇവിടുന്ന് വരുന്ന സ്റ്റെമ്മ്, ആ ഒരു സ്റ്റെമ്മ് ക്യാമറ ട്രിഗറായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്യാമറ ട്രിഗർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ പോകാൻ പോകുന്നത് S24 അൾട്രയിലേക്കുള്ള
എസ് പെൻ ആണ്. അതേ സെയിം ഫംഗ്ഷനാലിറ്റി എസ് പെൻ ഉപയോഗിച്ചാണ് നമ്മൾ ക്യാമറ ക്ലിക്ക് ചെയ്ത് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യില്ലേ, സെയിം ഫീച്ചർ തന്നെ നമ്മുടെ എയർപോഡ്സിന്റെ സ്റ്റെമ്മ് ക്ലിക്ക് ചെയ്ത് ക്യാമറ ആപ്ലിക്കേഷൻസ് വഴി നമ്മൾ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യും. വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എയർപോഡ്സ് ഉള്ള കൂട്ടർക്ക് ഈ പരിപാടി ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അടുത്തൊരു മാറ്റവും എയർപോഡ്സിൽ വരുന്നത് ഹെഡിന്റെ ഗസ്റ്റേഴ്സ് ഇല്ലേ. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ വന്ന ഗസ്റ്റേഴ്സ് ആണ് ഒന്നിങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ കോൾ അക്സെപ്റ്റ് ചെയ്യും, ഇങ്ങനെ കാണിച്ചാൽ കോൾ ഡിക്ലൈൻ ചെയ്യും എന്നിങ്ങനെ 2 ഗസ്റ്റേഴ്സ് ആപ്പിളിന്റെ എയർപോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമായിരുന്നു. ഇനി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഗസ്റ്റേഴ്സ്, ഹെഡിന്റെ ഗസ്റ്റേഴ്സും കൂടെ വരുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ ഗസ്റ്റേഴ്സും കൂടെ വരികയാണെങ്കിൽ ആ സെയിം ഇമോജിയും മിക്കവാറും ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസും ഇവിടെ ഉണ്ട്. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ വട്ടം iOS 26 എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു iOS 26 ഏത് ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന എക്സ്പെക്ടേഷൻ ലിസ്റ്റിൽ വരുന്നത് iPhone 11 ഓർ മോർ ആണ്. അല്ലെങ്കിൽ iPhone 11 തൊട്ട് പൊക്കത്തേക്കുള്ള ഡിവൈസുകൾക്കാണ് ഈ പറഞ്ഞ iOS 26 എന്ന അപ്ഡേഷൻ സപ്പോർട്ട് ചെയ്യുന്ന കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ താഴത്തേക്കുള്ള ഡിവൈസിലേക്ക് മിക്കവാറും ഈ ഒരു അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇവന്റ് ജൂൺ 9 രാത്രി 10:00 IST സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:00 ഹോസ്റ്റ് ചെയ്യും. യൂട്യൂബിൽ നമുക്ക് ഈ ഒരു ഇവന്റ് കാണാം. പക്ഷേ യൂട്യൂബിനെക്കാട്ടും കുറച്ചുകൂടെ ക്വാളിറ്റിയും ഒരു 1-2 മിനിറ്റ് മുമ്പ് കാണണമെങ്കിൽ ആപ്പിൾ ടിവിയുടെ ആപ്ലിക്കേഷനില്ലേ, ആ ഒരു ആപ്ലിക്കേഷനിൽ കണ്ടാൽ മതി. ഈ പറഞ്ഞ ലാപ്ടോപ്പും ഫോണിലും കാണുന്നതിനെക്കാട്ടും ഭേദം നിങ്ങൾക്ക് വീട്ടിലെ സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ സ്മാർട്ട് ടി വിയിലിട്ട് കാണുക. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു വ്യൂ എക്സ്പീരിയൻസ് ടി വിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ടി വി ഉണ്ടെങ്കിൽ ആപ്പിൾ ടി വി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ആപ്പിൾ ഇവന്റ് അതിൽ കാണുക. കാരണം ആ ട്രാൻസിഷൻസും ആ ഒരു ഇവന്റും കുറച്ചും ക്വാളിറ്റി ആയിട്ട് കാണണമെങ്കിൽ എപ്പോഴും ടി വി ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇനി ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ന്യൂസ് നോക്കുകയാണെങ്കിൽ ആപ്പിളിന്റെ ഹെൽത്തും അതോടൊപ്പം കലണ്ടർ എന്ന ആപ്ലിക്കേഷനിലും AI ഇൻ്റഗ്രേഷൻ മിക്കവാറും ഉണ്ടാവില്ല. അതായത് ഈ ഒരു 26 അപ്ഡേഷൻ ഉണ്ടാവില്ല. വരാൻ പോകുന്ന 27 28 എന്നീ പറഞ്ഞ അപ്ഡേഷനിലായിരിക്കും ആപ്പിളിൻ്റെ AI അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഫീച്ചർ ആപ്പിൾ ഹെൽത്തിലും അതോടൊപ്പം ആപ്പിൾ കലണ്ടറിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. മോർ ഓവർ ആപ്പിൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് റീഡിസൈനും അതോടൊപ്പം ക്യാമറ ആപ്ലിക്കേഷനും കുറച്ചധികം സെലക്റ്റഡ് ആപ്ലിക്കേഷനാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ മേജറായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ഫോക്കസ് അല്ലാതെ ആപ്പിൾ ഹെൽത്തിലും കലണ്ടറിലൊന്നും ഇപ്പോൾ വലിയൊരു മാറ്റം ആപ്പിൾ കൊണ്ടുവരില്ല. കുറച്ചധികം തട്ടലും മുട്ടലും കൊണ്ടുവന്ന് ആ ഒരു പോളിഷ് ആപ്പിൾ ചെയ്യും. പക്ഷെ ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടാവില്ല എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ ഈ ഒരു വീഡിയോയിൽ കൂടുതലും പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, എന്തായാലും ഫോളോ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evica.